നോച്ചട്ടെ. ഓ ഇറ്റ്സ് വെരി നൈസ്. നല്ല രസമുണ്ട്. അവന്തിക കൊട്ടാരത്തിലെ എല്ലാ അങ്കിൾമാരെയും സംരക്ഷിച്ചോളാം. എങ്ങനെയാണ് കഥ? എന്തതിന്റെ പുറകിലെ കഥ? മമ്മിയുടെ എന്ന് വെച്ചാൽ ചേച്ചിയുടെ ആണോ? മമ്മിയുടെ ചേച്ചിയുടെ. ആ നോച്ചട്ടെ. പക്ഷെ ഇതൊക്കെ അതങ്ങനെ ചെയ്യണതൊക്കെ വ്ളോഗ് ചെയ്യണമായിരുന്നു. നെക്സ്റ്റ് ടൈം ഇങ്ങനെ ചെയ്യുമ്പോൾ പറയണം കേട്ടോ. പക്ഷെ ഈ ഷോൾ എനിക്ക് പരിചയമുള്ളൂ എൻ്റെ. ആ ഉണ്ട് 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 ഉണ്ട്. ഞാനും കൊടുത്തിട്ടുണ്ട്. ചിങ്ങടി നൈസ്. ഇഷ്ടപ്പെട്ടാ? നിനക്ക് ഇഷ്ടപ്പെട്ടാ? ഓക്കെ ഓക്കെ. അപ്പം ഞാൻ 1 2 3. അപ്പോൾ ഇതാണ് നമ്മുടെ പാപ്പക്കുട്ടിൻ്റെ ഫൈനൽ ലുക്ക്. അതിന് മുമ്പായിട്ട് ആൾ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്ത് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. വീഡിയോയിലേക്ക് പോവാം. ഗെറ്റ് റെഡി വിത്ത് മീ ആണോ പാപ്പു? പാപ്പു പറഞ്ഞ മമ്മി തന്നെ റെഡി ആക്കണം. മമ്മി കുറച്ച് റോയലായിട്ട് റെഡി ആക്കുള്ളൂ. സോറി. ഓക്കെ ഓക്കെ. കുറച്ച് ഗ്ലിറ്ററിങ് ഇങ്ങനെ. ആ ബർത്ത്ഡേക്കൊക്കെ വൺസ് ഇൻ എ വൈലൊക്കെ ചെയ്യാം. ആ ഞാൻ പാപ്പു സ്കൂളിലേക്ക് കണ്ണടക്കി അടക്കി. നമ്മൾ ആരെയും പോലെയല്ല കേട്ടോ. വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് പാപ്പു ഇതുപോലെ റെഡി ആവണം എന്ന് ആഗ്രഹിച്ച് ഇങ്ങോട്ട് പറയാറ്. അപ്പം പാപ്പുവിൻ്റെ ബർത്ത്ഡേക്ക് ചേച്ചിയുടെ സാരി വെച്ചുണ്ടാക്കിയ ഒരു ഡ്രസ്സാണിത്. ഇതിട്ടിപ്പോൾ പാപ്പു ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു എന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് റെഡിയാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ചെയ്തത്. ഐ തിങ്ക് ഒരു ഫുൾ വർഷത്തിൽ ഒരു വട്ടമൊക്കെ ഈ കണ്ണെഴുതൽ തന്നെ ഉള്ളൂ. ആൻഡ് നമ്മൾ ഹെവി ആയിട്ടൊന്നും ചെയ്തില്ല. ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ മുകളിലൊരു ഇതിട്ടു, ചെറിയൊരു ലിപ് ഗ്ലോസ് പോലെ ഇട്ട് കൊടുത്തു. അത് മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ ഒരു ചെറിയ ക്ഷീണമുണ്ട് അല്ലേ? പാപ്പു ആക്ച്വലി എന്താ ഇങ്ങനെ ഉണ്ട പോലെ ഇരിക്കണേ, വീർത്തിരിക്കണം? എന്താ ഇതിന്റെ പുറകിലുള്ള കാര്യം? എണീറ്റ് ജസ്റ്റ് ഫ്രഷായി. ആ വീഗലാൻഡിൽ ഇന്നലെ പോയോണ്ട് വെച്ച് ടയേർഡായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു ഇച്ചിരി വീക്കാണ് ഞങ്ങളുടെ ലുക്കൊക്കെ. പക്ഷെ ഇപ്പൊ വരും. കിഴ്മതി കൊട്ടാരത്തിലെ ആ വീഡിയോ എടുത്ത പണ്ട് പാപ്പു എന്നിട്ടുള്ള. So get ready with Papu. അതെ. അയ്യോ ഞാനൊരു വട്ടം എയറിൽ കയറിയ ഒരു കാര്യമായിരുന്നു. ഞാനൊരു ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞു ഞാൻ എന്നും തലയിൽ കയറില്ല എന്നുള്ള കാര്യം. അപ്പോൾ കുളിക്കാറ് പോലും ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ആയൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് കുഞ്ഞിൻ്റെ മുടി ഇരുന്ന് കണ്ടപ്പോൾ എനിക്കത് പറയാമെന്ന് തോന്നി. ശരിക്കും ഡെർമറ്റോളജിസ്റ്റുകളും ഡോക്ടേഴ്സും ഒക്കെയും പറയുന്നത് ഹെയറിൻ്റെ നല്ല ഹെൽത്തിന് വേണ്ടി എസ്പെഷ്യലി ഇപ്പോഴത്തെ കെമിക്കൽ പ്രോൺ ആയിട്ടുള്ള വെള്ളം, അതായത് ക്ലോറിനേറ്റഡ് ഒക്കെ ആയിട്ടുള്ള വെള്ളമൊക്കെ വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഡെയിലി തല കഴുകരുത് എന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നൊരു കാര്യമൊന്നുമല്ല കേട്ടോ. ഇത് ഹെയർ കെയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നൊരു ഫാക്റ്റാണിത്. അന്നെന്നെ കളിയാക്കിയെന്നുണ്ടെങ്കിലും പിന്നീട് എല്ലാവരും ആ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. പക്ഷേ ഈ പേരും പറഞ്ഞുകൊണ്ട് മേല് കുളിക്കാതെ മടി പിടിച്ച് നടക്കരുത്, അത് വേറെ കാര്യം. അപ്പോൾ നമ്മുടെ പാപ്പുമുട്ട ചേച്ചീനായിട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആള് ഉറക്കപ്പിച്ചിൽ നിന്നൊക്കെ ഒന്ന് എണീറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിക്ക് വന്നുള്ളൂ. തലേ ദിവസം വീഗലാൻഡിൽ പോയതിൻ്റെ എല്ലാ ക്ഷീണവുമുണ്ട്. ആൻഡ് ഈ ടോപ്പിന് നടക്കുകയാണെന്ന് ഈ ഡിസൈൻ അതിനകത്ത് തന്നെ ആ സാരി തന്നെ ഉണ്ടായിരുന്ന ഡിസൈനാണ് കേട്ടോ. ഈ താഴെയുള്ളത് ഇതിൻ്റെ ബോഡി ആയിരുന്നു. ആൻഡ് ഷോളായിട്ട് നമ്മൾ യൂസ് ചെയ്തതിൻ്റെ ദുപ്പട്ടയായിരുന്നു. ചേച്ചിയുടെ വളരെ ചെറിയ 19 വയസ്സ് മാരേജൊക്കെ കഴിഞ്ഞ ആ സമയത്ത് ഉണ്ടായിരുന്ന സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയായിരുന്നു അത്. കൊച്ചിനെ മേക്കപ്പ് ഇത്ര ചെറുപ്പത്തിലിട്ട് ശീലിപ്പിക്കണമെന്ന് എല്ലാവർക്കും പറയാൻ തോന്നുന്നുണ്ടാവും. നമ്മൾ ശീലിപ്പിക്കുന്ന ഒരു കാര്യമേ അല്ല. അവൾക്കും ഇഷ്ടമല്ല, നമുക്കും ഇഷ്ടമല്ല. പക്ഷെ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഇട്ടേക്കല്ലേ, എന്നെ ഒന്ന് റെഡിയാക്കി തരുമെന്ന് ചോദിക്കുമ്പോൾ ആരാണ് അങ്ങനെ ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ കൂടെ ബർത്ത്ഡേ വിഷ് പറയാൻ ഒരു കൺപീലിംഗ് കിട്ടി. വിഷൊക്കെ പറയുകയും ചെയ്തു. ഫൈനൽ ലുക്കിനായിട്ട് പാപ്പു റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ കാണിച്ചു കേട്ടോ. ഞങ്ങൾ ഇങ്ങനത്തെ ഒന്നും പുപ്പിടുന്ന കുട്ടിയൊന്നും അല്ല. അതുപോലെ ഞങ്ങൾ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാൻ തുട്ടിയൊന്നുമില്ല. മേക്കപ്പ് ചെയ്തിട്ടില്ല. ഇച്ചിരിക്കോണം ലിപ്പിലും ഇച്ചിരിക്കോണം ഐ ഷാഡോ പോലെ അല്ലേ? അല്ലേ മാം? കണ്ണൊന്നും എഴുതിയിട്ടില്ല കൊച്ച്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ വലിയ ഓണല്ല, ഫുൾ ഉറക്കത്തില്ല. അതായത് നമ്മൾ മറ്റേ ഇവിടെ ആയിരുന്നല്ലോ
വീഗലാൻഡ് പരിപാടിയായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2-3 ദിവസമായിട്ട് ഈ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ട് ആൾക്ക് ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇരിക്കുക. അപ്പോൾ ശരി ഗൈസ്. അവിടുന്ന് നേരെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിക്ക് പോയി. പാപ്പുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം കേട്ടോ കൊച്ചിക്കകത്ത് ഫോർട്ട് കൊച്ചി. ഊട്ടോപ്പിയിൽ തന്നെയാണല്ലോ മോസ്റ്റ്ലി പോവാറ്. അതുകൊണ്ട് ഊട്ടോപ്പി ഒന്ന് മാറ്റി പിടിക്കാന്ന് വെച്ചാൽ ഫോർട്ട് കൊച്ചിയിലെ പന്തലിൽ പോയി. പന്തലിൻ്റെ അവിടെ ആകുമ്പോൾ കുറച്ച് ആർട്ട് ഇൻസ്റ്റലേഷൻസും എക്സിബിഷനും ഒക്കെ നടക്കുന്നുണ്ടാവും. അപ്പം അതും കൂടെ കണ്ടുകൊണ്ട് ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്ത് നമുക്ക് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. നല്ലൊരു ആർട്ട് എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കണ്ടു. അമ്മയും ഹാപ്പി, ഞാനും ഹാപ്പി, പാപ്പും ഹാപ്പി. നമ്മളെല്ലാവരും പാപ്പുവിൻ്റെ ബർത്ത്ഡേ നമുക്ക് പറ്റുന്ന രീതിയിൽ ബെസ്റ്റായിട്ട് 1, 2, 3 സെക്ഷൻസ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ആൻഡ് നിങ്ങളെല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും കോമൻസും ഒക്കെ വായിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മൈലേജ് എന്ന് തന്നെ പറയാം. അപ്പം ആ ഒരു അൺവേവറിങ് ആയിട്ടുള്ള ആ ഒരു സ്നേഹത്തിന് എനിക്ക് ഒരുപാട് താങ്ക് യു ഉണ്ട്. പിന്നെ കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട് എൻ്റെ ശബ്ദം വളരെ സാഡും സെഡുമായിരിക്കുന്നതിൻ്റെ റീസൺ എൻ്റെ തൊണ്ട ഒട്ടും വയ്യ. എപ്പോഴും ഞാൻ ആ ഒരു പനിയുടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നില്ലേ, അതിൽ നിന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയുടെ വക ടാറ്റ, ബൈ ബൈ, ലവ് യു. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി കയറിയിട്ട് നേരെ പോയ നമ്മുടെ ഹണി കേക്ക് കഴിക്കാനാണ്. ആ ഓൺ ദ വേ അമ്മ നമ്മുടെ പൊക്കമുള്ള ബിഞ്ചേച്ചിയുടെ എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ട് ഫെമിലിയർ ആയിരിക്കും. ചേച്ചിനെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഇങ്ങനെ കൊഞ്ഞനം കുത്തുന്നതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ടും എന്ന് പറഞ്ഞപ്പോൾ അമ്മ ചിരിച്ചതിൻ്റെയൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദിയുമുണ്ട് എൻ്റെ ഈ യാത്രയിൽ എൻ്റെ കൂടെ കൂടുന്നതിന്, സ്നേഹത്തോടെ കൂടുന്നതിന്. ലോട്ട്സ് ഓഫ് ലവ്, ആമി.